നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തറക്കല്ല് കെട്ടിക്കഴിയുമ്പോ പിന്നെ എന്റെ പക്കല് കാര്യമായ പണമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ബാക്കി വേണ്ട പണം എല്ലാവരും കൂടി സഹകരിച്ച് ചെലവാക്കണം. എങ്കിലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പണി പൂർത്തിയാക്കാൻ പറ്റൂ. ഹലോ ഹലോ, ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല, പുറത്തു വിട്ട് വിളിക്കാം. ഇരിക്കട്ടെ അവിടെ. നിന്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞ ഇരിക്കാൻ. ചീറ്റിപ്പോയല്ലേ മോനെ. പോടാ. ഫോണൊക്കെ പിന്നീട് വിളിക്കാം. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടോണം. പുതിയ വീട് ഒരാളുടെ പേരിൽ മാത്രം വ്യവസ്ഥ ചെയ്യില്ല. എല്ലാവർക്കും തുല്യ അവകാശമായിരിക്കും. എല്ലാവർക്കും ആ വീട്ടിൽ താമസിക്കാം. അതുകൊണ്ടാ എല്ലാവരുടെയും പങ്കാളിത്തം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. എനിക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ പണം ഇറക്കാൻ കഴിയുന്നില്ല. അച്ഛനക്കാര്യം അറിയാവുന്നതാണല്ലോ. അച്ഛന് മാത്രമല്ല, ഇവിടെയുള്ള പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. എടാ മനോജെ, ഇത് കേട്ടാ തോന്നും ജോലി ഉണ്ടായിരുന്നെങ്കിൽ നീ അങ്ങ് മലമറിച്ചേനെന്ന്. നിനക്ക് എപ്പോഴാടാ ജോലിയും കൂലിയും ഉണ്ടായിട്ടുള്ളത്? എന്നും നീ ഇവിടത്തെ ഇത്തിക്കണ്ണിയല്ലേ? ഇത്തിക്കണ്ണി. പ്രഗ്നന്റ് ആയതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തിരിക്കോ. അതുകൊണ്ട് എന്റെ പക്കലും ഇപ്പൊ സഹായിക്കാനായിട്ട് പണമൊന്നുമില്ല. പിന്നെ എന്റെ അച്ഛനോട് പണം ചോദിച്ചാ അത് ഈ കുടുംബത്തിനൊരു നാണക്കേടാണല്ലോ. എന്റെ കയ്യിൽ പണമൊന്നുമില്ല. സ്വന്തം ആവശ്യത്തിന് പോലും കടം വാങ്ങേണ്ട അവസ്ഥയിലാണ് ഞാൻ. എനിക്ക് ജോലിയില്ല. കൂലിപ്പണി ചെയ്ത് കഴിയുന്ന അമ്മയ്ക്ക് സഹായിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുമില്ല. അല്ലെങ്കിൽ ഞാൻ അച്ഛനെ സഹായിച്ചേനെ. ആരും വർഷയുടെ കാര്യം എന്താ പറയാത്തത്? അവളുടെ ഭർത്താവ് കോടീശ്വരനല്ലേ? വർഷയോട് ചോദിച്ചൂടെ? അത് വേണ്ട. വിക്രം ഈ കുടുംബത്തിന്റെ അംഗമായിട്ടല്ലേ ഉള്ളൂ. അതിനു മുമ്പ് അയാളോട് പണം ചോദിക്കുന്നത് മോശമാ. ഈ കാര്യത്തില് ഒരു പണം പോലും വിക്രമിനോട് ചോദിക്കരുതച്ചാ. അതിനേക്കാളും ഭേദം വീട് വെക്കുന്ന കാര്യങ്ങൾ മറന്നു കളയുന്നതാ. അത്രയ്ക്ക് അഭിമാനിയാണെങ്കിലേ വീട് വെക്കാനുള്ള പണം നീ അങ്ങോട്ട് കൊടുക്കടി. പണം മുഴുവൻ കൊടുക്കാനൊന്നും എനിക്ക് സാധിക്കില്ല. എന്നാലും കഴിവിന്റെ പരമാവധി ഞാൻ സഹായിച്ചിരിക്കും. ഓ പിന്നെ കാലിന് സ്വാധീനം ഇല്ലാത്ത ഒരു കൊച്ചിന്റെ ബാധ്യതയല്ലാതെ ചേച്ചിയുടെ കയ്യിൽ എന്തിരിക്കുന്നു? എന്നാലും പാചകത്തിന് ഒരു കുറവുമില്ല. മോള് വിഷമിക്കാതെ. ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം അച്ഛന് കൊടുക്കാന്നാ പറഞ്ഞത്. അതിനുള്ള മനസ്സെനിക്കുണ്ട്. ചുമ്മാതെ വേലയില്ല കൂലിയില്ല എന്നൊക്കെ പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖം തിരിക്കുന്നത് ആർക്കും ചേർന്നതല്ല. നിന്നോടാ പറഞ്ഞേ. മതി. ആരും എന്നെ സഹായിക്കണ്ട. ആരുടെയും പണവും പത്രാസും കൊണ്ട് മാധവൻ ഇതുവരെ ജീവിച്ചിട്ടുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.